പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തെ സ്കൂളുകൾ ഒരുങ്ങി. ക്ലാസ് മുറികളുടെ ശുചീകരണം, പാഠപുസ്തക വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം തുടങ്ങിയ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് വിവിധ നിർദ്ദേശങ്ങളും സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികൾക്ക് സൗഹൃദപരവും സുരക്ഷിതവുമായ സ്കൂൾ അന്തരീക്ഷം ഒരുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗതാഗത സൗകര്യം, കുടിവെള്ളം, ശുചിമുറികൾ എന്നിവയുടെ ക്രമീകരണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ പരിഹാരങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് അധികൃതർ പറയുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് വിവിധ നിർദ്ദേശങ്ങളും സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. സ്കൂൾ തുറക്കും മുമ്പ് പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്നാൽ എല്ലാ വിഷയങ്ങളുടെയും പുസ്തകങ്ങൾ വിതരണം നടന്നില്ല. ജൂൺ 1 മുമ്പ് വിതരണം പൂർത്തിയാക്കാനാണ് ശ്രമം തുടരുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ശുചീകരണത്തെയും ബാധിക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിന് ആദ്യം പുറത്തിറക്കിയ ഉത്തരവിൽ ഉണ്ടായ ആശയക്കുഴപ്പം പരിഹരിച്ചത് പ്രധാന അധ്യാപകർക്ക് ആശ്വാസമായി. സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് പല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കി തുടങ്ങി. അതിന് മുനിസിപ്പാലിറ്റിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണം. അതിനുശേഷം കുടിവെള്ളം നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കണം. പിന്നെ പാഠപുസ്തകങ്ങളും ഇതുപോലെ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അടുത്താഴ്ചകളിൽ പാഠപുസ്തകങ്ങൾ കൊടുക്കും. പിന്നെ അധ്യാപക പരിശീലനമാണ്. ആ അധ്യാപക പരിശീലനം ഈയാഴ്ച SRB, അതിനുശേഷം DRD അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾ ഇത് വരുന്ന ദിവസങ്ങളിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ സഹായത്തിന് പുറമെ നമ്മുടെ LSSൻ്റെ കുട്ടികളും ഇറങ്ങുന്നുണ്ട്. അധ്യാപകരും അവരോടൊപ്പം തന്നെ ചേർന്ന് പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പല ദിവസങ്ങളിലായിട്ട് ആ ജോലി നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ദിവസത്തിനെ പാമ്പ് പരിസരങ്ങളിലൊക്കെ പാമ്പുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ലെറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി വളരെ ആവേശത്തോടു കൂടി തന്നെ നമ്മുടെ സ്കൂൾ അടുത്തൊരു അധ്യയന വർഷത്തെ വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പുതുതായി ചുമതലയേൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യുന്നതോടെ പുതിയ അധ്യയന വർഷം സുഗമമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു.